പ്രക്ഷോഭമായി മാറിയ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അത് പാർലമെന്റിനകത്ത് ദിവസങ്ങളോളം അത് സ്തംഭിപ്പിക്കുന്നതിലേക്ക് നീങ്ങി. കോടതിയിൽ ആ കേസ് നടക്കുന്നു. നിർണായകമായ ഒരു ഘട്ടം വിധി വന്നു. എംപിമാരുടെ മാർച്ച് നടന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങൾ നടന്നു. പക്ഷെ ഇന്ന് ഒരു നാടിന്റെ ആകെ വലിയ ഒരു പങ്കാളിത്തത്തോടെ ഒരു മുന്നേറ്റമാണ് കണ്ടത്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈ പ്രശ്നം ഇന്ന് ഇന്ത്യക്കാരുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാ ഭാഷയിലുണ്ട്. ഈ ചോരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു എന്താണ് ഈ BJP ഗവൺമെന്റിന്റെ കാലത്ത് ഒരു രാഷ്ട്രഭാഷയായി മാറിയെന്ന് തോന്നുന്ന തരത്തിൽ എല്ലാ ഭാഷയിലും ജനങ്ങൾ ഈ മുദ്രാവാക്യം മുഴക്കുന്നത്. അപൂർവമായിട്ടാണ് ഇത്തരം ചില വിഷയങ്ങൾ വരുന്നു വരുന്നത്. ഇപ്പൊ എല്ലാ നാട്ടിലും സാധാരണ ജനങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറും. അപ്പൊ അതിന്റെ ഒരു വലിയ പ്രകടനമാണ് ഇവിടെ കണ്ടത്. 6 പാർട്ടികൾ അവരുടെ പങ്കാളിത്തത്തോടുകൂടി ഒരു വലിയ സമരം നടന്നു. ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന സ്ഥിതിയുണ്ടായി. ഇനി 31 വരെ ബീഹാറിന്റെ രാഷ്ട്രീയത്തെ അത് ഇളക്കിമറിക്കും. അവന്റെ ഓരോ ചലനങ്ങളും ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സുരേഷ് ഗോപി പ്രതികരിച്ചില്ല. കാരണം വളരെ പരിഹാസമായ രീതിയിലാണ്. അല്ല, ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങളൊന്നും ആരും ആ നിലയിൽ രാഷ്ട്രീയമായിട്ട് കണക്കിലെടുക്കുന്നില്ല. സുരേഷ് ഗോപി എന്തെങ്കിലും ഒരു കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ഈ ബാനർമാർക്ക് മാത്രമേ മഹാത്മാഗാന്ധിന്റെ മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിക്കാൻ സാധിക്കൂ. അതിനേക്കാൾ വലിയ ഒരു ഞാൻ ബുദ്ധിശൂന്യത എന്ന് പറയുന്നതിൽ ഒരു വാനരത്വം ഒരാർക്കാർ ഉണ്ടാകാൻ പോകുന്നത്. അദ്ദേഹം ഇരിക്കുന്ന മന്ത്രാലയമാണല്ലോ. മിനിമം ഒരു രാജ്യമെങ്കിലും കൊടുത്തിട്ട് ഒന്ന് നാടിനെ സഹായിക്കണ്ടേ. പിന്നെ തൃശ്ശൂരിന്റെ കാര്യം എന്താണ്? തൃശ്ശൂരിലെ ജനങ്ങളുടെ ഒരു ആത്മാഭിമാനത്തിന്റെ കൂടെ പ്രശ്നമാണത്. അവരുടെ മുകളിൽ അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ ആരും ആയിക്കോട്ടെ, മത്സരിക്കാൻ ആർക്കും പറ്റും. പക്ഷെ വോട്ടർമാരെന്ന് പറയുമ്പോൾ ആ മണ്ഡലക്കാരായിരിക്കണം. അതിനുപകരം മറ്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ എടുത്തുകൊണ്ടുവന്ന് അവിടെ നടത്തിയുമ്പോഴാണ് അതിന്റെ ഒരു ഘടകം. അതൊരു സാധാരണമായ കളവട്ടാരോപണം പോലെയല്ല. അതിവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ആക്ഷേപഹാസ്യങ്ങളും വിവിധ നടനഭാവങ്ങളും കൊണ്ടൊന്നും രാഷ്ട്രീയത്തിലെ സത്യങ്ങളെ മൂടിവെക്കാൻ സാധിക്കും.